നിങ്ങൾ കീബോർഡ്, ഡ്രംസ്, ചെണ്ട, തബല, ഗിറ്റാർ തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴും വായിക്കുന്ന സോങ്ങിനനുസരിച്ച് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റഡി ആകുന്നില്ല എന്നൊരു ഫീൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എങ്കിൽ അതിൻ്റെ പ്രധാന പ്രശ്നം നിങ്ങൾ മെട്രോനോം യൂസ് ചെയ്യുന്നില്ല എന്നതാണ്. വെൽക്കം ടു വിറ്റോറ ഡ്രം സ്പേസ്. ഐ എം സഞ്ജയ്. എന്താണ് മെട്രോനോം? ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് മെട്രോനോം എന്ന് പറയുന്നത് മാറ്റി നിർത്താനാകാത്ത ഒരു ഘടകമാണ്. നമ്മുടെ താളം എത്രമാത്രം ശരിയാക്കി എടുക്കാൻ പറ്റുമോ അതിനെ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് മെട്രോനോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആവറേജ് നമ്മൾ കേൾക്കുന്ന പാട്ടുകളെല്ലാം ഒരു 80 to 120 അല്ലെങ്കിൽ 80 to 140, 150 റേഞ്ചിലൊക്കെയാണ് ആവറേജ് സ്പീഡായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ 80 BPM താഴെ വളരെ സ്ലോ ആയിട്ടുള്ള പാട്ടുകളും ഉണ്ട്. അതുപോലെ തന്നെ ഒരു 140ക്ക് മുകളിലുള്ള പാട്ടുകളും നിരവധിയായിട്ടുണ്ടെങ്കിൽ പോലും ഒരു 80% പാട്ടുകളും ഒരു 80 to 120 അല്ലെങ്കിൽ 80 to 140, 150 റേഞ്ചിലൊക്കെയാണ് ആവറേജ് സ്പീഡായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ പാട്ടിന്റെ സ്പീഡ് എന്താണോ ആ സ്പീഡിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആഡ് ചെയ്താണ് മെട്രോനോം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ സ്പീഡ് ഓവറായിട്ട് കൂടാനോ ഒരുപാട് കുറയാനോ ഉള്ളൊരു ചാൻസ് അവിടെ ഇല്ലാതാവുകയാണ്. കറക്റ്റ് ആ ഒരു പാട്ടിന്റെ സ്പീഡിൽ തന്നെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായാലും ലൈവ് സ്റ്റേജ് പെർഫോമൻസസിനായാലും നമ്മുടെ താളം തെറ്റാതെ മറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെയും അല്ലെങ്കിൽ പാട്ടുകാരുടെ കൂടെയെല്ലാം ഒരേ ടൈമിൽ വായിച്ച് വരുന്ന ആ ഒരു രീതിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മെട്രോനോം എന്ന് പറയുന്നത്. നമ്മൾ വലിയ വലിയ സ്റ്റേജ് ഷോകളിലെടുത്താലും അവിടെ മെട്രോനോം യൂസ് ചെയ്താണ് ഇൻസ്ട്രുമെൻ്റ് ആർട്ടിസ്റ്റുകൾ പ്ലേ ചെയ്യുന്നത്. നമ്മുടെ ഫോണിലെ ആപ്പ് സ്റ്റോറിലായാലും പ്ലേ സ്റ്റോറിലായാലും നിരവധി മെട്രോനോം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചില മെട്രോനോമുകളുടെ പേരുകൾ ഞാൻ പറയാം. ഇപ്പോൾ സ്റ്റേജ് മെട്രോനോം, പ്രോ മെട്രോനോം, മെട്രോനോം അല്ലെങ്കിൽ ഗൂഗിൾ മെട്രോനോം തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം വളരെ പ്രിസൈസ് ആണ്. നമ്മുടെ ഫോണുകളിൽ ഈ മെട്രോനോം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ BPM എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബീറ്റ്സ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ ഉണ്ടാകുന്ന ബീറ്റുകളുടെ എണ്ണം. അപ്പോൾ ഈ BPM കൂടുകയാണെങ്കിൽ അവിടെ സ്പീഡ് കൂടും, BPM കുറയുകയാണെങ്കിൽ അവിടെ സ്പീഡ് കുറയും. അപ്പോൾ നമ്മൾ ഈ സ്പീഡ് കൂടുന്നത് അല്ലെങ്കിൽ ടെമ്പോ കൂടുന്നതും ടെമ്പോ കുറയുന്നതും നമ്മൾ എടുക്കുന്ന പാട്ടിന്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. സ്ലോ ആയിട്ടുള്ള ടെമ്പോയിലുള്ള പാട്ടിനാണെങ്കിൽ അവിടെ സ്ലോ BPM ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടിനാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള BPM. ഏത് ടൈം സിഗ്നേച്ചർ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ടൈം സിഗ്നേച്ചറിനെ കുറിച്ചും താളങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഏത് സോങ്ങിനായാലും അതിന്റെ ടൈം സിഗ്നേച്ചറിനനുസരിച്ച് നമ്മൾ ആ ഒരു മെട്രോനോമിനകത്ത് വാല്യൂ സെറ്റ് ചെയ്യുകയും അതിനനുസരിച്ചാണ് ആ ഒരു മെട്രോനോം യൂസ് ചെയ്യേണ്ടത്. തുടക്കക്കാരായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെട്രോനോം ഓൺ ആയിരിക്കും, പക്ഷേ അതിന്റെ ക്ലിക്ക്, അതിൽ കേൾക്കുന്ന ആ സൗണ്ട് അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഒരു സ്പീഡിൽ ആ ഒരു മെട്രോനോം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ സ്പീഡിന് പുറത്ത് അല്ലെങ്കിൽ ആ സ്പീഡിനേക്കാൾ സ്ലോ ആയിട്ട് എനിക്കതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ വായിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു താളത്തിൻ്റെ പിശകുകൾ ശരിയാക്കാനാണ്, അതായത് തെറ്റുകൾ ശരിയാക്കാനാണ് നമ്മൾ ആ ഒരു മെട്രോനോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരിക്കലും മെട്രോനോം നമ്മളെയല്ല ഫോളോ ചെയ്യുന്നത്, നമ്മൾ മെട്രോനോമിൻ്റെ സൗണ്ടിനെ ഫോളോ ചെയ്താണ് ഒരു നോട്ട് വായിക്കേണ്ടത്. അപ്പോൾ അതിലേത് BPMലാണോ സ്പീഡ് സെറ്റ് ചെയ്തേക്കുന്നത് ആ BPMൽ കേൾക്കുന്ന സൗണ്ടിനനുസരിച്ച് തന്നെ നമ്മുടെ നോട്ടും വായിക്കണം. അതും റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു നോട്ട് 1 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് വായിച്ച് പഠിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ ഡ്രമ്മിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളോട് കാണിക്കുന്ന ഒരു വലിയൊരു കാര്യമായിരിക്കും. മറ്റൊരു മിസ്റ്റേക്കാണ് മെട്രോനോമിൽ ഒരു BPM സെറ്റ് ചെയ്ത് അതിനേക്കാൾ ഫാസ്റ്റായിട്ട് വായിക്കുന്ന രീതി. ഒരു 60 BPM സ്പീഡിലൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. നിങ്ങൾ എത്രത്തോളം സ്ലോ ആയി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നോ അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു നോട്ടിനെ വായിക്കാനായിട്ട് സാധിക്കും. ക്ഷമയില്ലാതെ നിങ്ങൾ ഫാസ്റ്റായിട്ട് ആ ഒരു നോട്ടിനെ ഹൈ BPMൽ ഇട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നോട്ടിൻ്റെ ലോ BPMൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും സ്ലോ BPMൽ ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാനായിട്ട് എടുക്കുന്ന BPM ഏതാണോ അതിനനുസരിച്ച് മാത്രം വായിക്കുക. ഒരിക്കലും നമ്മൾ എടുക്കുന്ന BPMനേക്കാൾ സ്പീഡ് കൂട്ടി വായിക്കാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു BPMലാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ ആ ഒരു BPMനെ ഫോളോ ചെയ്ത് പോകാവൂ. അതിന് പകരം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു BPM വെച്ചിട്ട് നമ്മൾ സ്ലോ ആയിട്ടാണ് വായിക്കുന്നതെങ്കിൽ ഇത് രണ്ടും ഒരു കുതിര ഓടുന്നത് പോലെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് തരുന്നത്. നമ്മളെ ഫോളോ ചെയ്തല്ല മെട്രോനോം വരുന്നത്, മെട്രോനോമിനെ നമ്മളാണ് ഫോളോ ചെയ്ത് വായിക്കേണ്ടത്. അടുത്ത ഒരു പ്രശ്നമാണ് മെട്രോനോമിന്റെ ക്ലിക്ക് തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങുന്നൊരു രീതി. നിങ്ങൾ ആ മെട്രോനോമിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ തെറ്റ് സംഭവിക്കാം. ഓവർ സ്പീഡ് ആവാം,
ചിലപ്പം കയ്യിൽ നിന്ന് ആ ഒരു നോട്ട് മാറിപ്പോകാം, വായിക്കേണ്ട കറക്റ്റ് നോട്ടായിരിക്കത്തില്ല നിങ്ങൾ അവിടെ വായിക്കുന്നത്. എപ്പോൾ നിങ്ങൾ മെട്രോണോമിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേയും ഏത് ടൈം സിഗ്നേച്ചർ ആണോ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത് ആ ടൈം സിഗ്നേച്ചർ ഒരു ഹോൾ ബാർ നിങ്ങളത് റിപ്പീറ്റഡ് ആയിട്ട് പറയുക. കൊട്ടിപ്പടിക്കുക എന്നല്ല പറയുന്നത്, പ്ലേ ചെയ്ത് നോക്കുക എന്നല്ല പറയുന്നത്, നിങ്ങൾ വാ കൊണ്ട് പറയുക. ഇപ്പോൾ 4/4 എന്ന് പറയുന്ന ഒരു കൗണ്ടിലാണ് ആ ഒരു ടൈം സിഗ്നേച്ചർ വരുന്നതെങ്കിൽ 1 and 2 and 3 and 4 and അടുത്ത 1-ൽ ആ നോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും 1 and എന്ന് കേൾക്കുന്നതിന് മുന്നേ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ നോട്ട് സ്ലിപ്പായി പോകും. അടുത്ത ഒരു പ്രശ്നമാണ് മെട്രോനോമിൻ്റെ സൗണ്ട് ഒരു സ്ഥലത്ത് കേൾക്കും, പക്ഷേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിലേ വായിക്കും. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ ആ ഒരു മിസ്റ്റേക്കിനെ കറക്റ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താലേ നമ്മുടെ മിസ്റ്റേക്കുകളെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മളെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു ഗൈഡാണ്. അതിനെ നമ്മൾ ഫോളോ ചെയ്ത് വേണം എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ ഒരിക്കലും ഒരു മെട്രോനോം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ BPM കേട്ടിട്ട് നമുക്ക് തോന്നുന്ന BPMൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ശരിക്കും ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കാതെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് മെട്രോനോം എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ നമ്മൾ വെറുക്കുകയും ഈ മെട്രോനോം കൊണ്ട് എനിക്ക് ഉപയോഗമൊന്നുമില്ല, അല്ലെങ്കിൽ ആ മെട്രോനോം എന്നെ സഹായിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നത്. നമ്മളെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ നമ്മൾ തന്നെ മനസ്സിലാക്കി സ്വയം തിരുത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഡിവൈസുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാനും വായിക്കാനായിട്ട് സാധിക്കും. ഒരു ടൈമിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ വളരെ പ്രിസൈസ് ആയിട്ട് ഓരോ നോട്ടുകൾ വായിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി എങ്ങനെ നമുക്ക് മെട്രോനോം യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം? ചില കുട്ടികൾ കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു നോട്ട് കൊടുക്കുന്നു, അവർ അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യം വായിച്ചിട്ട് ഞാനത് വായിച്ചു, ഞാനത് മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ വന്ന് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ നോട്ട് ജസ്റ്റ് വായിച്ചത് മാത്രമേ, മീൻസ് നിങ്ങൾ മനസ്സിലത് വായിച്ചിട്ടുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും ആ നോട്ട് പഠിക്കുന്നില്ല. എത്ര തവണയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത്, എത്ര സമയമെടുത്ത് എത്ര തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നോ അപ്പോഴായിരിക്കും നിങ്ങൾ ശരിക്കും ആ നോട്ട് പഠിക്കുന്നത്. നിങ്ങൾ ആ നോട്ട് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ എടുക്കുന്ന BPM, ആദ്യം പ്രാക്ടീസ് ചെയ്ത BPM 60 BPM ആയിരിക്കാം. അതിന് പതിയെ ഒരു 5 BPM കൂട്ടി 65 BPMലിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം, അതും റിപ്പീറ്റഡായി പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്പീഡ് കംഫർട്ടബിൾ ആകുന്ന സമയത്ത് മാത്രം അത് 70 BPMൽ 5 BPM കൂടെ കൂട്ടി 70 BPMൽ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് 75, 80, 85, 90 എന്നുള്ള രീതിയിൽ 5 BPM വീതം മാത്രം കൂട്ടി പ്രാക്ടീസ് ചെയ്യുക. ചില കുട്ടികൾ 60 BPMൽ സ്റ്റാർട്ട് ചെയ്യും, അത് വായിക്കാൻ പറ്റും. ഉടനെ അത് 80 BPMലിടും, അത് വലിയ കുഴപ്പമില്ലാതെ വായിക്കും. എങ്കിൽ പിന്നെ ഞാൻ 100 BPMലിടാം എന്നുള്ള രീതിയിൽ 100 ആക്കും, 120 ആക്കും, 140 ആക്കും. ഇങ്ങനെ ഹയർ BPMലേക്ക് പോകും തോറും സ്റ്റെബിലിറ്റി ഇഷ്യൂ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ ആ ഒരു സ്പീഡിൽ വായിക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ നോട്ടിൽ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഒരു ആവറേജ് ഒരു സോങ്ങിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെയാണ്. നമ്മളൊരു 80 BPM അല്ലെങ്കിൽ ഒരു 60 BPMലൊക്കെ ഒരു നോട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ ഏകദേശം കുറഞ്ഞതൊരു 15 തവണയെങ്കിലും നമ്മൾ ആ ഒരു നോട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം. അങ്ങനെ വരുവാണെങ്കിൽ ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റുള്ള സോങ് വായിക്കുമ്പോൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു നോട്ട് ആ ഒരു സോങ്ങിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 പ്രാവശ്യം 6 പ്രാവശ്യമൊക്കെ ആയിട്ട് നോട്ട് വായിച്ചിട്ട് അറിയാമെന്നുള്ള രീതിയിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ നോട്ട് പഠിക്കുന്നില്ല, പകരം ജസ്റ്റ് ആ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. നോട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അവിടെ സമയം പോകുന്നത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ആ സമയത്തിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. വലിയ വലിയ ആർട്ടിസ്റ്റുകളെല്ലാം 2 മണിക്കൂറും 4 മണിക്കൂറും 8 മണിക്കൂറും വരെ പ്രാക്ടീസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അത്രയും ലെജൻഡറി മ്യൂസീഷ്യൻസൊക്കെ ഉണ്ടാവാൻ കാരണം അവരുടെ അത്രയും പേഷ്യൻസും ഡെഡിക്കേഷനുമായിട്ടുള്ള ആ പ്രാക്ടീസ് കൊണ്ടാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരാളാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം സ്വയം കണ്ടെത്തുക, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഉള്ള നിരവധി മെട്രോനോം ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. എല്ലാ ആപ്ലിക്കേഷൻസും ഒരേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ മെട്രോനോം, അല്ലെങ്കിൽ മെട്രോനോം, പ്രോ മെട്രോനോം, സ്റ്റേജ് മെട്രോനോം. ചില ആൾക്കാർ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നതോ അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ ഉപയോഗിക്കുന്ന DAW അവരുടെ സോഫ്റ്റ്വെയറിനുള്ളിൽ തന്നെ ഒരു മെട്രോനോമിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിലെ മെട്രോനോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ പ്രോ ടൂൾ ആവാം, അല്ലെങ്കിൽ ക്യൂബേസ് ആവാം, ലോജിക് പ്രോ ആവാം, FL സ്റ്റുഡിയോ ആവാം. അങ്ങനെ ഏത് DAW ആണെങ്കിലും അതിൻ്റെ മെട്രോനോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു നോട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. 4/4 ടൈം സിഗ്നേച്ചറിൽ 60 BPMലാണ് ഞാൻ ആ ഒരു നോട്ട് പ്ലേ ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന നോട്ട് RL റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു നോട്ടാണ് ഞാൻ ഇന്നിവിടെ പ്ലേ ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെട്രോനോം ആപ്ലിക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലേ ഔട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ടൈം സിഗ്നേച്ചർ അല്ലെങ്കിൽ TS എന്ന് കാണും. അതിനെ ടൈം സിഗ്നേച്ചർ എന്നാണ് പറയുന്നത്. ആ ടൈം സിഗ്നേച്ചറിനുള്ളിലാണ് നമുക്ക് ഏത് ടൈം സിഗ്നേച്ചറിലാണ് ആ നോട്ട് പ്ലേ ചെയ്യേണ്ടത് എന്ന്
അസൈൻ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിവിടെ 4/4 എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചർ സെലക്ട് ചെയ്തു. തൊട്ട് താഴെ സബ് ഡിവിഷൻസ് ആണ് ഉള്ളത്. അത് ഏത് സബ് ഡിവിഷൻസ് ആണെന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഒരു ബാറിൽ നോട്ടുകൾ വരേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് ആ സബ് ഡിവിഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഞാനിവിടെ സിംഗിളായിട്ടുള്ള ഒറ്റ നോട്ടാണ് എടുത്തേക്കുന്നത്. അവിടെ ഒരു നോട്ടോ അല്ലെങ്കിൽ 2 നോട്ടോ അല്ലെങ്കിൽ ഹാഫ് നോട്ടോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ സിംഗിൾ നോട്ടാണ് എടുത്തേക്കുന്നതെങ്കിൽ അതിങ്ങനെയാണ് കേൾക്കുന്നത്. ഞാൻ സബ് ഡിവിഷൻ 2 ആക്കുകയാണെങ്കിൽ ഇങ്ങനെ കേൾക്കും. ഇങ്ങനെ ഓരോ നോട്ടിനും അനുസരിച്ച് സബ് ഡിവിഷൻസ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് അവിടുത്തെ സൗണ്ടിനും വ്യത്യാസം ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ ഞാനിവിടെ സിംഗിളായിട്ടുള്ള ഒരു നോട്ടാണ് സബ് ഡിവിഷൻസിൽ സെലക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ ഒരു മെട്രോണോമിൻ്റെ റൈറ്റ് സൈഡിൽ ടാപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുകയാണ്, ആ പാട്ടിൻ്റെ സ്പീഡ് നമുക്കറിയില്ല. പക്ഷേ ആ പാട്ടിൻ്റെ സ്പീഡിനനുസരിച്ച് ഒരു ഏകദേശമായിട്ടുള്ളൊരു സ്പീഡ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ടാപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാം. അങ്ങനെ വരുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും ആ ഒരു നമ്മൾ കേൾക്കുന്ന സോങ്ങിൻ്റെ ഒരു എക്സാക്റ്റ് ടെമ്പോ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നമുക്ക് ആ സോങ്ങിൻ്റെ ടെമ്പോ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്തതിൻ്റെ സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 60 BPM എന്നാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ 60 ആണ് കിടക്കുന്നത്. തൊട്ട് താഴെ ഒരു സെൻറ്ററിലായിട്ടൊരു ബട്ടൺ ഉണ്ടാവും. ഈ ബട്ടൺ നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ വാല്യൂ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ BPM സ്ലോ ആവുകയും റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ BPM ഫാസ്റ്റ് ആവുകയും ചെയ്യും. ഇവിടെ മാക്സിമം സ്ലോ ടെമ്പോ എന്ന് പറയുന്നത് 30 BPM ആണ്. ഇതിൻ്റെ ഫാസ്റ്റ് ആയിട്ടുള്ള BPM എന്ന് പറയുന്നത് മാക്സിമം ഇതൊരു 250 വരെയാണ് ഇതിൽ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എടുക്കുന്ന BPM എന്ന് പറയുന്നത് 60 BPM ആണ്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലുള്ള പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഈ ഒരു BPMൽ മെട്രോനോം ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു മെട്രോനോമിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ശബ്ദത്തിൽ ഞാൻ പറഞ്ഞ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു നോട്ട് ഇതെങ്ങനെ പ്ലേ ചെയ്യാം? 1 2 3 4 1 2 3 4. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ മെട്രോനോം വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മെട്രോനോമിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്ലോ ആയിട്ടാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വായിക്കുന്ന നോട്ടിന് ഇടയ്ക്ക് ഈ മെട്രോനോമിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. മെട്രോനോമിൻ്റെ കറക്റ്റ് ടൈമിങ്ങിലാണ് നമ്മൾ നോട്ട് വായിക്കുന്നതെങ്കിൽ മെട്രോനോമിൻ്റെ സൗണ്ടും നമ്മുടെ സൗണ്ടും ഈക്വലായിട്ട് കേൾക്കും. അപ്പോൾ ഒരു സൈലൻസ് ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു നോട്ടിനെ ഫീൽ ചെയ്യുന്നത്. എവിടെയെങ്കിലും നമ്മളൊന്ന് സ്ലോ ആക്കുമ്പോഴോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കുമ്പോഴോ ആയിരിക്കും നമ്മൾ കറക്റ്റ് ടൈമിങ്ങിനാണോ അല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. പക്ക ടൈമിങ്ങിനാണ് പോകുന്നതെങ്കിൽ മെട്രോനോമിൻ്റെ സൗണ്ട് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ സ്ലോ ആയിട്ടോ വായിക്കുകയാണെങ്കിൽ മെട്രോനോമിൻ്റെ സൗണ്ടും നമ്മുടെ സൗണ്ടും കിടക്ക് 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 ഒരു കുതിര ഓടുന്ന രീതിയിൽ മാറി മാറി കേൾക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പ്ലെയിൻ രീതി അറേഞ്ച് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ 60 BPM നിന്ന് 100 BPMലേക്ക് മെട്രോനോം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേൾക്കുന്ന സൗണ്ടാണ് ആ മെട്രോനോമിൻ്റെ സ്പീഡായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ നമ്മൾ കൗണ്ട് പറയും? 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. മെട്രോനോം കേട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ഏത് ടൈം സിഗ്നേച്ചറിലാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ടൈം സിഗ്നേച്ചർ കൂടി പറഞ്ഞ് തന്നെ മെട്രോനോമിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ആ ടൈം സിഗ്നേച്ചർ കൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും മനസ്സിൽ നിങ്ങൾ ആ ഒരു കൗണ്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ടൈം സിഗ്നേച്ചറിനനുസരിച്ച് അത് പുറമേ പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം മെട്രോനോമിൽ കേൾക്കുന്ന സൗണ്ട്, ആ ക്ലിക്ക്, അതിനെ ക്ലിക്ക് എന്ന് പറയും, ആ ഒരു ക്ലിക്ക് സൗണ്ട് കൂടെ കേട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പഠിക്കുക. അപ്പോൾ സ്റ്റേജ് ഷോകളിലും പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലെല്ലാം മെട്രോനോമിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും
ഒരു സ്റ്റേജ് ഷോയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വേദിയിൽ മെട്രോണോം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. Main melody 1, 2, 3, 4. കണ്ടില്ലേ, ഒരു മെട്രോനോം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ തീർന്നു. ഒരു ആർട്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിനെ സംബന്ധിച്ച് മെട്രോനോമിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങളുടെ ടൈമിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇമ്പ്രൂവ് ആയിട്ട് വരും. മെട്രോനോം യൂസ് ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെട്രോനോം ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു പാട്ടിന് വായിക്കാം അല്ലെങ്കിൽ ആ ഒരു റിതം എങ്ങനെ ഫോളോ ചെയ്ത് പോവാം എന്നുള്ളതിൻ്റെ വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഡ്രംസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡ്രംസ് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും. അതുവരേക്കും